സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. KSEB ഉന്നതതല യോഗത്തിന്റേതാണ് ഇപ്പോഴത്തെ തീരുമാനം. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? ഉന്മേഷ്, പ്രതിസന്ധിയും അതുപോലെ തന്നെ വൈദ്യുതി ഉപഭോഗവും ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ഉന്നതതല യോഗത്തിന്റെ ഒരു അനുമതി വന്നിരിക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ 30 മിനിറ്റ് താഴെ വരെ ലോഡ് ഷെഡിംഗ് വൈദ്യുതി നിയന്ത്രിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉന്നതതല യോഗം KSEBക്ക് അനുമതിയായി നൽകുകയും അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർക്കടക്കം അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഉന്നതതല യോഗം വിലയിരുത്തിയ കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അതിഉഷ്ണമാണ്, അതുപോലെ തന്നെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാത്രിയും അതുപോലെ തന്നെ പകൽ സമയങ്ങളിലും ഒരുപോലെ വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട്. ഇന്നലെ 27-ാം തീയതി 11.86 ദശലക്ഷം യൂണിറ്റാണ് വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനവ്, ആ കണക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്രമാതീതമായി വൈദ്യുതി ഉപയോഗം ഉണ്ടാക്കുന്നത് കടുത്ത സമ്മർദ്ദത്തിനും അതുപോലെ തന്നെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നത്, ലോഡ് ഷെഡിങ്ങിന് നിർദ്ദേശം നൽകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിച്ചു പോകാം. അതുപോലെ ദേശീയ വിപണിയിലും ഈ വൈദ്യുതി ഉപയോഗം വൈദ്യുതി ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയുടെ 70% ദേശീയ വിപണിയിൽ നിന്ന് വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അതും വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉന്നതതല യോഗത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇനി ഇതുപോലെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ലോഡ് ഷെഡിംഗിലേക്ക് തന്നെ പോകാം. അതിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ AC ഉപയോഗം, ഈ ഒരു താപനില അനുസരിച്ച് AC ഉപയോഗം നിർത്തണമെന്ന് പറയാനാകില്ല. പക്ഷേ AC ഉപയോഗം 24-26 താപനിലയിൽ നിയന്ത്രിച്ചു നിൽക്കണം. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ അടക്കം ചാർജിംഗ് രാത്രി സമയങ്ങളിൽ പാടില്ലെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉന്നതതല യോഗം ഒരു നിർദ്ദേശമായി വരുന്നു. അതുപോലെ തന്നെ KSEB ഉന്നത ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിശദീകരിക്കാനും അതുപോലെ തന്നെ നിരീക്ഷിക്കാനുമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ ഒരു നിർദ്ദേശം നൽകുകയാണ്. 30 മിനിറ്റിൽ താഴെ സംസ്ഥാനത്ത് 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ആകാം. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് KSEB ഉന്നതതല യോഗം നൽകിയിട്ടുള്ളത്. ഇതിന്റെ കൂടെ കുറെ നിർദ്ദേശങ്ങൾ കൂടിയുണ്ടല്ലോ മേഘന. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം പരിശോധിക്കുകയാണെങ്കിൽ അത് സർവകാല റെക്കോർഡാണ്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപഭോഗം തുടർച്ചയായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൂടി ഉയരുന്നുണ്ട് പുതുതായി? ഉന്മേഷ്, അതിൽ പ്രധാനമായും ഉന്നതതല യോഗം പറയുന്നത് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാമെന്നുള്ളതാണ്. അതിൽ കനത്ത ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ AC-യുടെ ഉപയോഗവും അതൊന്നും നിർത്തണം അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്ന് പറയാനാകില്ല. പക്ഷേ അതിന്റെ താപനില അടക്കം കൃത്യമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഒന്നാമതായി ഒരു നിർദ്ദേശമായി വരുന്നത്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലാണ് കൂടുതലും വൈദ്യുതി ഉപയോഗം വരുന്നത്. 23-ന് 10:30 സമയത്ത് രാത്രി 10:30-ന് 6195 മെഗാവാട്ടാണ് വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്തുണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 6033 മെഗാവാട്ട് വൈദ്യുതിയിലേക്കും ഈ രാത്രി സമയങ്ങളിലുള്ള വൈദ്യുതി ഉപയോഗം പോയിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനാകണമെന്നുള്ളതാണ് പ്രധാനമായും ഉന്നതതല യോഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാർജ് ചെയ്യുക, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ്, AC-യുടെ ഉപയോഗം, അതുപോലെ തന്നെ അത്തരത്തിൽ ഈ ഗ്യാസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് മറ്റ് ഇൻഡക്ഷൻ അടുപ്പുകളിലേക്കടക്കം മാറിയതൊക്കെ ഈ ഒരു വൈദ്യുതി ഉപയോഗത്തിന്റെ വർധനവ് കൂടാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നതതല യോഗം പറയുന്നത്. എന്തായാലും അതിലൊരു നിയന്ത്രണം വേണം. പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാനാകും. അതുപോലെ തന്നെ ഉയർന്ന സമ്മർദ്ദവും അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗത്തിന്റെ ക്രമാതീതമായ വർധനവുമാണ് അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് ഈ ലോഡ് ഷെഡിംഗിലേക്ക് പോകേണ്ടി വരുന്നത്. 30 മിനിറ്റിൽ താഴെ വൈദ്യുതി നിയന്ത്രിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഉന്നതതല യോഗം പറയുന്നത്. അതിൽ AC-യുടെ ഉപയോഗം തന്നെയാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ ഗ്യാസ് ക്ഷാമമൊക്കെ ഉണ്ടായ സമയത്ത് കൂടുതലും കറണ്ട് അടുപ്പുകളിലേക്കും ഇൻഡക്ഷൻ അടുപ്പുകളിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനി ഗ്യാസ് അടുപ്പുകൾ കൂടുതലായി ഉപയോഗിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ ഉന്നതതല യോഗം പറയുന്നുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാകും. അത് രാജ്യത്തും ഈ ഉഷ്ണതരംഗവും അതുപോലെ തന്നെ രാജ്യത്ത് മുഴുവനായും താപനിലയിൽ വർധനവുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ വിപണിയിൽ നിന്നും ഈ വൈദ്യുതി വാങ്ങുന്നതിൽ ഒരു പ്രതിസന്ധിയുണ്ട്, അതിലൊരു ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പൊതുജനങ്ങൾ ഈ വൈദ്യുതി പ്രതിസന്ധിയെ നേരിടണമെന്നുള്ളതാണ് ഉന്നതതല യോഗം പറയുന്നത്. ഇപ്പോൾ ഈ വൈദ്യുതി മന്ത്രി നേരത്തെ പറഞ്ഞതാണ് നമ്മൾ സ്വയം ഈ ഉപയോഗം നിയന്ത്രിക്കണമെന്ന്. അപ്പോൾ അതൊന്നും ഫലം കണ്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരികയാണല്ലോ. ഇത് എത്ര കാലത്തേക്ക് ഇത്തരത്തിൽ നിയന്ത്രണം വേണ്ടിവരും എന്നാണ് വിലയിരുത്തൽ മേഘന?
ഉന്മേഷ്, ഗ്രിഡ് സ്ഥിരതയ്ക്കായി ഈ ക്രമാതീതമായ വർധന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താം എന്നുള്ളൊരു അനുമതിയാണ് ഇപ്പോൾ ഉന്നതതല യോഗം KSEBയുടെ ഉന്നതതല യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചീഫ് എഞ്ചിനീയർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അത് എത്ര കാലത്തേക്ക് എന്നുള്ളത് അതിൽ പ്രധാനമായും ഒരു നിർദ്ദേശമായി വരുന്നത് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരുമെന്നുള്ളതാണ്. ഇങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കും കടുത്ത സമ്മർദ്ദത്തിനും ഇടയാകാനുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് സ്ഥിരത ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഈ ഉന്നതതല യോഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താപനില കുറയുന്നത് വരെ അല്ലെങ്കിൽ ഈ താപനിലയിൽ 40-41 ഡിഗ്രി സെൽഷ്യസ് വരെ പല ജില്ലകളിലും താപനില കടന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലായി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു മഴ ലഭിക്കുന്നത് വരെയോ അല്ലെങ്കിൽ താപനിലയിൽ കുറവുണ്ടാകുന്നത് വരെയോ ഇതേ സ്ഥിതി തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഈ KSEBയുടെ ഉന്നതതല ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് തന്നെയാണ് AC ഉപയോഗവും അതുപോലെ തന്നെ മറ്റ് വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതലായി വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ താപനില കുറയുന്നത് വരെ ഇതേ സാഹചര്യം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വൈദ്യുതി നിയന്ത്രിക്കാമെന്നുള്ള കാര്യമാണ് ഒരു അനുമതിയായി വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടമെന്ന് നമുക്ക് സംസ്ഥാനത്ത് പറയാം. കാരണം പല ജില്ലകളിലും വൈദ്യുതി ഇതിൽ താപനില എന്ന് പറയുന്നത് 39, 40, 41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് പല ജില്ലകളിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ട്. അതിൽ അപ്രഖ്യാപിത നിയന്ത്രണം എന്നുള്ള ഒരു വിമർശനം അടക്കം വരുന്നു. പക്ഷേ ഇപ്പോൾ അത് വൈദ്യുതി പവർ കട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറപ്പാകുന്നത്. ഈ താപനിലയിൽ ഒരു കുറവ് വരുന്നത് വരെ അല്ലെങ്കിൽ വേനൽ മഴ വ്യാപകമാകുന്നത് വരെ ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടുതലായി വേണമെന്നുള്ള കാര്യം അത് 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഗ്യാസ് പ്രതിസന്ധി അടക്കം ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ഈ ഗ്യാസ് ഉപയോഗം കുറഞ്ഞതും അതുപോലെ തന്നെ ഇൻഡക്ഷൻ അടുപ്പുകളും അതുപോലെ തന്നെ വൈദ്യുതി അടുപ്പുകളും ഒക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത് മുതലുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യം കൂടി ഈ KSEB വൃത്തങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ സമയം മുതൽ വൈദ്യുതി ഉപയോഗം കേരളത്തിൽ കൂടിയിട്ടുണ്ട്. പിന്നീട് ഈ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള റെക്കോർഡ് താപനിലയാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. പല ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത ഉണ്ടായിരുന്നു, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് വൈദ്യുതി ഉപയോഗം കൂടുതലാകുന്നത്. അതിൽ AC ഉപയോഗിക്കുന്ന അടക്കമാണ് വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതലാവാനുള്ള കാരണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ KSEB പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതിൽ ഇലക്ട്രിക് ഉപയോഗങ്ങളുടെ ചാർജിങ്, AC ഉപയോഗം, അതുപോലെ തന്നെ ഈ ലൈറ്റുകളും ഫാനുകളും അനാവശ്യമായി ഓണാക്കിയിടുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടാതെ ഈ സംസ്ഥാനത്തിന്റെ ആവശ്യകതയിൽ 70% ദേശീയ വിപണിയിൽ നിന്ന് കടം വാങ്ങുന്നതും അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നതാണ്. ആ ഒരു സാഹചര്യം ദേശീയ വിപണിയിലടക്കം ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ മനസ്സിലാക്കി വൈദ്യുതി ഉപയോഗിക്കണമെന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് KSEB ഒരു നിർദ്ദേശമായി വരുന്നത്. ഈ ഒരു പ്രതിസന്ധി സമയത്ത് പവർ കട്ട് ഉണ്ടാകും. ഇനി അത് എപ്പോൾ ഒഴിവാക്കാമെന്നുള്ളത് ഈ താപനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താപനില കുറയുന്നതനുസരിച്ച് ഈ നിയന്ത്രണം ഇല്ലാതാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഘന, ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ അതിനുള്ള നിർദ്ദേശമൊക്കെ വരുന്നുണ്ടല്ലോ. അതിലൊന്ന് വൈദ്യുതി വാഹന ചാർജിങ്, അത് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഒഴിവാക്കണമെന്നുള്ളതാണ്. AC-യുടെ ക്രമീകരണം അതെങ്ങനെ വേണമെന്നൊക്കെ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നടപ്പാകുമെന്ന് കൂടി കരുതുന്നുണ്ടോ? ഉന്മേഷ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ KSEB ഉന്നതതല യോഗം തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലൊക്കെ AC-യുടെ ഉപയോഗം നിർത്തണം അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രയധികം ചൂടാണ് സംസ്ഥാനത്തുള്ളത്. രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ ഒരു രക്ഷ എന്ന് പറയുന്നത് AC ഉള്ളവർക്ക് AC ഓണാക്കാമെന്നുള്ളതാണ്. പക്ഷേ അതും 24-26 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ താപനില നിയന്ത്രിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ ചാർജിങ് പരമാവധി പകൽ സമയങ്ങളിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. കാരണം രാത്രി സമയങ്ങളിലാണ് കൂടുതലും റെക്കോർഡ് ഇതിലേക്ക് വൈദ്യുതി ഉപയോഗം മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ പകൽ സമയങ്ങളിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. അതുപോലെ ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും കൂടുതലും പകൽ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. കൂടാതെ രാത്രി സമയങ്ങളിലേക്ക് ഉപയോഗം കുറക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുന്നത് രാത്രി സമയങ്ങളിലാണ് എന്നുള്ളതാണ്. ഉത്തരവാദിത്തപൂർണ്ണമായ ഉപയോഗം ഉണ്ടെങ്കിൽ ആ പൊതുജന
പൊതുജനങ്ങൾക്ക് സഹകരണം ഉണ്ടെങ്കിൽ ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈദ്യുതി വിതരണം തടസ്സരഹിതമായി അത് സംസ്ഥാനത്ത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ 30 മിനിറ്റിൽ കുറവ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ പകൽ സമയത്തേക്ക് ഈ നമ്മളുടെ വൈദ്യുതി ആവശ്യം അതുപോലെ തന്നെ എക്സ്ട്രാ വൈദ്യുതി ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളൊക്കെ പകൽ സമയത്തേക്ക് മാറ്റുക, രാത്രിയിൽ ഈ AC-യുടെ ഉപയോഗം 24-26 ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈദ്യുതി ഉപയോഗം ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള കരുതലോട് കൂടിയിട്ടുള്ള ഒരു ഉപയോഗം ജനങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഈ താപനില ഉയരുന്ന സാഹചര്യത്തിലും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാം. മുഴുവനുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് 30 മിനിറ്റിൽ കുറവ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ KSEB വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെ ഉന്നതതല യോഗവും അതുതന്നെയാണ് ഒരു നിർദ്ദേശമായി വരികയും ചെയ്യുന്നത്. അതിൽ ഉന്നതതല ഉദ്യോഗസ്ഥരെ ഈ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഈ ലോഡ് ഷെഡിംഗിൽ അത് വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ 30 മിനിറ്റ് വൈദ്യുതി നിയന്ത്രിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. പക്ഷേ സംസ്ഥാനത്ത് നിലവിൽ ഈ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് KSEBയും അതുപോലെ തന്നെ ഉന്നതതല ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. ഈ താപനിലയിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ മഴയുടെ കാര്യത്തിലടക്കം വേനൽ മഴ ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നു. അടുത്ത മെയ് 2 വരെ യെല്ലോ അലർട്ട് അടക്കം പല ജില്ലകളിലും സംസ്ഥാനത്ത് മഴയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ വേനൽ മഴ പെയ്യുകയാണെങ്കിൽ വൈദ്യുതി പ്രതിസന്ധിയിൽ ഒരു പരിഹാരം ഉണ്ടാകാമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ ഘട്ടത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, ദേശീയ വിപണിയിലടക്കം വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിംഗിലേക്ക് കടക്കേണ്ടി വരും. അതിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ ഉപയോഗവും അത് കുറയ്ക്കുക, അത് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ കുറയ്ക്കുക. പൊതുജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് KSEB അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. മേഘന, ഇപ്പോൾ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെ അളവിലും വർധനയുണ്ടല്ലോ, ഉപഭോഗം കുതിച്ചുയരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ചാർജ് ഏതെങ്കിലും തരത്തിൽ ഉയരുമെന്ന് കരുതാമോ? ഉന്മേഷ്, ഇന്നലെ ഏപ്രിൽ 27-ന് വൈദ്യുതി സർവകാല റെക്കോർഡായ 118.26 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം 6-ന് ശേഷമുള്ള വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്കാണ് ഉയർന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ ആവശ്യകത കൂടുകയുണ്ടായി. ഇതാണ് സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നും വൈദ്യുതി ഉപയോഗത്തിൽ ഇതേപോലെ തന്നെ വർധനവുണ്ടാകാമെന്നുള്ളതാണ് അറിയുന്നത്. അതിൽ ഇന്ന് രാത്രിയോടുകൂടി ആ അവസാന അന്തിമ കണക്കുകൾ കൂടി വരുമ്പോൾ അതേ രീതിയിൽ ഒരു ഉണ്ടാകാമെന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് KSEB വൃത്തങ്ങൾ പറയുന്നത്. ഈ ഉന്നതതല യോഗത്തിലും ഇതേ രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് വരുന്നത്. ഈ ആവശ്യകത ഇതേപോലെ തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ KSEB വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. മേഘന മുരളിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വരികയാണ്. നേരത്തെ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായിരുന്നു. ജനങ്ങൾ അതിൽ വലയുന്നൊരു സാഹചര്യമുണ്ട്. 30 മിനിറ്റ് സമയത്തേക്ക് ഇത്തരത്തിൽ ലോഡ് ഷെഡിങ്ങിനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അതിൻ്റെ തീരുമാനമായിട്ടാണ് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും വിലയിരുത്തണം എന്നാണ് ഈ ഉന്നതതല യോഗത്തിൽ ഉയർന്നിരിക്കുന്ന നിർദ്ദേശം. മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ഈ വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ. അതിലൊന്ന് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ്, അത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെ ഉള്ള സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒപ്പം AC-യുടെ താപനിലയിലുള്ള ക്രമീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉന്നതതല യോഗത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് പറയുന്നത്. നിലവിൽ കനത്ത ചൂടാണ്. എത്ര കാലത്തേക്ക് ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. നിലവിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവിലും ഉയർച്ചയുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ലോഡ് ഷെഡിംഗിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയത്താണ് ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഇപ്പോൾ ഉന്നതതല യോഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 30 മിനിറ്റ് താഴെയുള്ള സമയത്തേക്ക് വൈദ്യുതി നിയന്ത്രണം എന്നുള്ളതാണ്. മേഘന മുരളി തുടരുന്നുണ്ട്. മേഘന, അപ്പോൾ ഇന്ന് മുതൽ ഇത്തരത്തിൽ ഈ 30 മിനിറ്റ് താഴെ ലോഡ് ഷെഡിംഗ് അത് പ്രതീക്ഷിക്കാമല്ലേ ഇന്ന് മുതൽ? തീർച്ചയായും
ഉന്മേഷ്, അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 30 മിനിറ്റിൽ താഴെ ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തുണ്ട്. അതൊരു അപ്രഖ്യാപിത ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാതെ ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് നടത്തുന്നതടക്കം വലിയ വിമർശനത്തിനിരയാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ KCBയുടെ ഉന്നതതല യോഗം ഒരു അനുമതി നൽകുന്നത്. അനുമതി എന്ന് പറയുന്നത് ഇത്തരം പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താം. അത് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ KCBയുടെ ഉന്നതതല യോഗത്തിൽ ഒരു തീരുമാനമായി വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു സ്ഥിതിഗതികൾ ഉന്നതതല ഉദ്യോഗസ്ഥർ വിലയിരുത്തണം. ഇനി ഈ പ്രതിസന്ധി ഇതേപോലെ താപനില തുടരുകയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ വൈദ്യുതി ഉപയോഗം കൂടുകയും ചെയ്യുകയാണെങ്കിൽ സംസ്ഥാനത്ത് 30 മിനിറ്റിൽ താഴെ ലോഡ് ഷെഡിംഗ് തുടരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ യോഗം ചേർന്നത് ചീഫ് സെക്രട്ടറി പുനീത് കുമാർ IASന്റെ അധ്യക്ഷതയിലാണ്. അങ്ങനെ ഈ KCB ഉദ്യോഗസ്ഥർക്കടക്കം ഈ യോഗം നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിൽ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്കാണ് ഇപ്പോൾ നിലവിൽ യോഗം ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിട്ടുള്ളത്. പ്രതിസന്ധി തരണം ചെയ്യുന്നതുവരെ സംസ്ഥാനത്ത് 30 മിനിറ്റിൽ കുറവ്, അത് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകാമെന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും അറിയിക്കുന്നത്. അത് പൊതുജനങ്ങൾക്കുള്ള ഒരു അവബോധം എന്ന് പറയുന്നത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരും. അത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും 6 മണിക്കൂറും 7 മണിക്കൂറും വരെ ലോഡ് ഷെഡിംഗ് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ അതില്ല. ഒരു 10 മിനിറ്റും 15 മിനിറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. ഇനി അത് 30 മിനിറ്റിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്തപൂർണ്ണമായ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് എനർജി മാനേജ്മെന്റ് സെന്ററിനെ KCB ചുമതലപ്പെടുത്താൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂറിൽ താഴെ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണത്തിന്, ലോഡ് ഷെഡിങ്ങിന് ഇപ്പോൾ ഉന്നതതല യോഗത്തിന്റെ അനുമതി വന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.